അതിന്റെ ലാംഗ്വേജ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതിനകത്ത് റെസ്റ്റോറൻറ്റ് എക്സിക്യൂട്ടീവ് അപ്പം അദ്ദേഹം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്വന്തമായിട്ടൊരു ബാനർ, അതായത് ടു ക്രിയേറ്റീവ് First of all, I would like to thank Joshi sir, Sia Koka sir, Simi Malay sir, Shyam sir, Ranjit sir, all of the legends who are here. Thank you so much. സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ VKP എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ്. ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത്. പലപ്പോഴും ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശയോടെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റിൽ. വിനോദേട്ടൻ വെരി നൈസ് പ്രൊഡ്യൂസർ, ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. And his entire team, RD, and also I would like to mention Samir Singh, his partner, and his another partner, RD. പിന്നെ of course Ashwin വളരെ എന്താ പറയുക പുതിയൊരു ടാലന്റ്. I forgot to mention Padma sir. Sorry, ഞാൻ കണ്ടില്ല. അശ്വിൻ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരുന്നു. പിന്നെ മനമുള്ള രാജേട്ടൻ, ഞങ്ങൾ അശോകൻ ചേട്ടൻ, ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്തൊരു സിനിമയാണ്. And thank you so much. And thank you very much. Thank you so much, Rishi. I think bright എന്താ പറയുക റൈറ്റർ. ഇപ്പോഴത്തെ യങ് ജനറേഷൻ പുതിയ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്ട്രീംലി ടാലന്റഡ്. And I think I'm very blessed to work with all these extremely talented people. Thank you. ദൈവത്തിന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടെയുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റുന്നത്. സത്യമായിട്ട് മറ്റേ പിള്ളേർക്ക് കഞ്ഞി ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. എല്ലാ ലെജൻസിനോടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഞാൻ അതെല്ലാം ചെറുശ്ശേരി ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യാൻ എൻ്റെ കുടുംബം സംസാരിക്കണം. പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആൻഡ് ഇനിയും ഇതേപോലെയുള്ള വണ്ടർഫുൾ പേഴ്സണാലിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ഇതേപോലുള്ള ലെജൻസിന്റെ ഒപ്പം ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ്. മലയാള സിനിമയിൽ ഇദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. ദി ആക്ടർ, ദി പ്രൊഡ്യൂസർ മണിയൻ പിള്ള രാജ സാറിനെ വളരെ ബഹുമാനപ്പെടുത്തുന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ പ്ലീസ് കം ഫോർവേഡ്. സാറിന്റെ ഇന്റർവ്യൂ കാത്തിരുന്ന് എടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. രണ്ടു വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് പ്ലീസ്. സംസാരിക്കുന്ന ഗുരുവിളിയായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി എത്തിച്ച് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് ഇട്ടുപോയാലും ചടങ്ങും മനഃപൂർവ്വം ഒഴിവാക്കിയാണ്. ഒരു 10-20 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് VKP കണ്ട പരിചയമുണ്ട്. ആ കാലത്ത് തന്നെ 200 ആഡ് ചെയ്ത ഡയറക്ടർ. ഞാൻ അങ്ങനെ ഡാൻസ് ചോദിച്ച് നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും അദ്ദേഹത്തിന് ചോദിച്ചു, ഇന്ന് ഒരുപാട് പരിചയം ചാണകം കരിച്ചിട്ട എന്തെങ്കിലും ഒന്ന് വിളിച്ചോളൂ, ചാണകം വൈകി എങ്ങനെയിട്ടാ നല്ലത്, എന്തെങ്കിലും തോന്നിട്ട് അതൊക്കെ ഒരു സമയം ഷേക്കൊക്കെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു ഗുരുമാനം എന്നുള്ള സിനിമ കിട്ടും. ഗുരുമാനം സിനിമ ഞാൻ വെച്ചാൽ ആ ഡയറക്ടറെ പടത്തി തന്നെയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ ബോക്സ് ഓർഡർ ഇടുന്നു ഇങ്ങനെ കൂടെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് ഒരു ഐറ്റത്തിന്
പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിട്ട് അന്നത്തെ കാലത്ത് ആ പടം ഹിറ്റാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാരമ്പര്യം നേരത്തെ മീന ജാക്സൺ പറഞ്ഞ വഴി നമ്മുടെ സെറ്റിൽ സമയം പോയത് അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിഷാസാനിയുണ്ട്. നിഷാസാനി ഒന്നിനും ഗുണങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജൻ നിഷാസാനിയുടെ മകനായിട്ട് 2 പടങ്ങളായിരുന്നു. പക്ഷേ ഒരു സിനിമ കൂടെ ഞങ്ങൾ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിരുന്നു. പറയുന്നത് കാര്യം തന്നെയാണ് പോകുന്നത്. പാരമ്പര്യമുള്ള അധികം പറഞ്ഞതിന്റെ രസം കഴിച്ചില്ല. പക്ഷെ ഈ പറഞ്ഞ പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ബീൻ സിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മനുഷ്യ സോമാ ജിജയുടെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞ തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റിൽ ബീൻ സിംഗ് സാർ കൊടുത്തത്. അപ്പൊ ബീൻ സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാവം എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ കാണുന്നത്. പാവം, പാർശ്വന്റെ പാരമ്പര്യവും എല്ലാം പാവം വെച്ച് തുടങ്ങുമ്പോഴാണ് എല്ലാം അന്നത്തെ കാലത്ത് അതേ സിനിമ ശിവാജി ഗണേശൻ സാർ എല്ലാ പടങ്ങളും കാണുന്നത് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈ ഈ പാട്ട് പാടാത്ത ആൾക്കാര് തമിഴ് കേരളത്തിൽ തമിഴ്നാട് ഇന്ത്യയിൽ അത്ര സൂപ്പർ സോങ്ങാണ്. അപ്പൊ ഞാൻ പാരമ്പര്യമുള്ള ആ സിനിമയുടെ ആ പാട്ടിന്റെ ഇൻസ്പിറേഷൻ ആണ് കിട്ടുന്നത്. അങ്ങനെയല്ല ഇത് അതിന്റെ സസ്പെൻസ് ഞാൻ പറഞ്ഞ കഥയിൽ തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഈ പടം പേരിടുന്നത്. അപ്പൊ ബീൻ സിംഗ് സാറിന്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നെങ്കിൽ പാരമ്പര്യം സൂപ്പർ ഹിറ്റായിരുന്നു. പ്രൊഡ്യൂസർ ഞാൻ കണ്ട അദ്ദേഹം ശ്രീ ഉണ്ണിക്കാൻ അവിടെ വരുമ്പോൾ കാലിൽ ക്ലാസ് ഇട്ടുണ്ട്. അധിക സമയം വന്നില്ല. പിന്നെ ക്ലാസ് ഇട്ടുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്. പൈസ തരാതിരിക്കാൻ വേണ്ടി പോകണം. സബ്ജക്ട് ചെയ്യുന്നു. പൈസ തയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. അതിനുള്ള സിമ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇപ്പൊ കാലൊക്കെ ശരിയായി. പടം നിന്നപ്പോഴേക്കും ഇതൊക്കെ കഴിച്ചോളൂ. അപ്പൊ എല്ലാ വിദ്യാഭ്യാസങ്ങളും തരുന്നത് പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും ആക്ച്വലി എല്ലാവരും നല്ല സഹകരണമാണ് ഈ പടത്തിൽ. ഇന്നും ഏതെങ്കിലും പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് അറിയില്ല. എല്ലാം മഞ്ഞ എന്തായാലും മഞ്ഞ ഇടാറാവുന്നതുകൊണ്ട് എനിക്ക് ഡിന്നർ കിട്ടുന്ന കുഴപ്പമില്ല. ആണോ ചോപ്പും നീരയില്ലേ വ്യത്യാസം? ഓക്കെ ചിലരൊക്കെ അറിഞ്ഞ മഞ്ഞയായി കിട്ടുന്നു.